Narayanan and this is Sims Education Center Malappuram. I'm dealing with the paper Social History of England and the History of English Literature, Unit 5, The Age of Johnson, 1745 to 1798. Introduction. The context between the Whigs and the Tories continues in this age also. The 18th century had an immense growth of the wealth and importance of the British Empire. Literature stimulated research and original work. The possession of India and America was an inspiration which led to fresh literary effort. The French Revolution of 1789 stirred literature to the depths. The Age of Johnson can also be called the Age of Transition. Many features cover the spirit. അപ്പം ഏജ് ഓഫ് ജോൺസൺ മീൻസ് എന്താ വിക്സിൻ്റെയും ടോറീസിൻ്റെയും ആ ഒരു കോണ്ടസ്റ്റ് ഈ ഒരു ഏജിലും തുടർന്നു. കഴിഞ്ഞ ഏജിൽ നമ്മൾ അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ 18th സെഞ്ച്വറി എന്ന് പറയുന്നത് എന്താ പറയുക, ഒരു ബ്രിട്ടീഷ് എംപയറിനൊരു ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും വെൽത്തി ആയിട്ടുള്ള ഒരുപാട് ഡെവലപ്മെൻറ്റ് ഉണ്ടായിട്ടുള്ള ഒരു സെഞ്ച്വറിയാണ്. അതുപോലെ തന്നെ ലിറ്ററേച്ചറിനും എന്താ പറയുക, ഒറിജിനൽ വർക്ക്സ് എഴുതാനായിട്ടാണ് ലിറ്ററേച്ചർ കൂടുതലായിട്ടും പ്രേരണകൾ ഉണ്ടായിരുന്നത്. അതുപോലെ തന്നെ ഇന്ത്യയിലുള്ള പൊസിഷനും അമേരിക്കയിലുള്ള പൊസിഷനും പുതിയ ലിറ്റററി എഫേർട്ടിനൊരു എന്താ പറയുക ഇൻസ്പിറേഷനായി മാറിയെന്ന് പറയാം. അതുപോലെ 1789 ഫ്രഞ്ച് റെവല്യൂഷൻ എന്താണ് ലിറ്ററേച്ചറിനെ അതിൻ്റെ ആഴങ്ങളിലേക്ക് എത്തിച്ചു എന്ന് പറയുന്നുണ്ട്. പിന്നെ ജോൺസൻ്റെ ഏജിന് നമുക്ക് ഏജ് ഓഫ് ട്രാൻസിഷൻ എന്നും പറയാം. അപ്പോൾ ഈ ഒരു പീരീഡിൽ ഒരുപാട് ഫീച്ചേഴ്സ് ഉണ്ടായിട്ടുള്ള ഒരു മീൻസ് കവർ ചെയ്തിട്ടുള്ള ഒരു ഏജ് ആണെന്ന് പറയാം. The double tendency, two movements dominated in this time. One is allegiance to the old order of classicism. Samuel Johnson was the pioneer of this movement. The other is the search after the new order of romanticism. ഇപ്പോൾ രണ്ട് മൂവ്മെൻറ്റ്സ് ആണ് ഈ ഒരു സെഞ്ച്വറീനെ ഡോമിനേറ്റ് ചെയ്തിട്ടുള്ളതെന്ന് പറയാം. ഒന്നെന്ന് പറയുന്നത് ഈ ക്ലാസിസിസത്തിനോടുള്ള ഒരു എന്താ പറയുക പണ്ടത്തെ ആ ഒരു ഓർഡറിനോടുള്ളൊരു താല്പര്യം. പിന്നെ സാമുവൽ ജോൺസൺ ആണ് ഈ ഒരു മൂവ്മെൻറ്റിൽ കണ്ടുപിടുത്തക്കാരൻ എന്നൊക്കെ നമുക്ക് പറയാം. പിന്നെ ഉള്ളതെന്ന് പറയുന്നത് റൊമാൻറ്റിസിസത്തിൻ്റെ ന്യൂ ഓർഡറാണ്. The new romanticism, there was an urge to return to nature. An enlightened sympathy for the poor and oppressed was felt. A revolt was made against the conventional literary technique. Fresh romantic themes were treated by writers. അപ്പം ഒരു എന്താ പറയുക നേച്ചറിലേക്ക് തിരിച്ചു പോകാനുള്ള ഒരു താല്പര്യം അല്ലെങ്കിൽ ഒരു ത്വര ഉണ്ടായിരുന്നു ഈ ഒരു സെഞ്ച്വറിയിൽ. അതുപോലെ തന്നെ ഒരു എന്താ പൂവറായിട്ടുള്ള ഒപ്രസ്ഡ് ആയിട്ടുള്ള ആളുകളോട് ഒരു സിമ്പതി ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ റിവോൾട്ട് വാസ് മെയ്ഡ് അഗെയിൻസ്റ്റ് എ കൺവെൻഷണൽ ലിറ്റററി ടെക്നിക്. പണ്ട് ആ ഒരു പരമ്പരാഗത ലിറ്റററി ടെക്നിക്സിനെതിരായിട്ടൊരു പ്രക്ഷോഭം അല്ലെങ്കിൽ ഒരു വിപ്ലവമൊക്കെ നടന്നിട്ടുണ്ടായിരുന്നു. ഫ്രഷ് റൊമാൻറ്റിക് തീംസ് വർ ട്രീറ്റഡ് ബൈ റൈറ്റേഴ്സ്. അപ്പോൾ എന്താണ്, ഫ്രഷ് ആയിട്ടുള്ള റൊമാൻറ്റിക് തീംസ് ആയിരുന്നു റൈറ്റേഴ്സ് കൂടുതലായിട്ടും ചൂസ് ചെയ്തിരുന്നത്. ന്യൂ ലേണിംഗ്. A wave of minor renaissance was felt in the middle and later stages of the 18th century. In literature, there was revival of romantic movement, research into archaic literary forms, new editions of Shakespeare and Chaucer, etc. There were ideas of new philosophy and growth in historical research. The political writing of the previous ages declined. The astonishing development of the novel came into being in the name of new realism. ഇപ്പോൾ പുതിയ പഠനം എന്ന് പറയാം. എന്താണ് ഈ റിനൈസൻസിന് ശേഷം ഒരു പുതിയൊരു തരംഗം തന്നെ ഉണ്ടായി. എന്താണ് മിഡിൽ അല്ലെങ്കിൽ ലേറ്റർ സ്റ്റേജസ് ഓഫ് 18th സെഞ്ച്വറിയിൽ. അപ്പോൾ ലിറ്ററേച്ചറിലാണെങ്കിൽ എന്താ റൊമാൻറ്റിക് മൂവ്മെൻറ്റിനൊരു പുനരുജ്ജീവനം നടന്നു. അതുപോലെ തന്നെ ഈ പുരാതനമായ ലിറ്റററി ഫോംസിനെ കുറിച്ചൊക്കെ റിസർച്ച് നടന്നു. അതുപോലെ തന്നെ ഷേക്സ്പിയറിൻ്റെയും ചോസറിൻ്റെയും വർക്ക്സിൻ്റെയൊക്കെ പുതിയ എഡിഷൻസ് വന്നു. അതുപോലെ തന്നെ ഫിലോസഫിക്കും ഹിസ്റ്റോറിക്കൽ ഗ്രോത്തിനൊക്കെ പുതിയ ഐഡിയാസ് വന്നു. ഈ പണ്ടത്തെ ഏജസിലുണ്ടായിരുന്ന പൊളിറ്റിക്കൽ റൈറ്റിങ്ങൊക്കെ എല്ലാവരും ഡിക്ലൈൻ ചെയ്ത് ഒഴിവാക്കി. അതുപോലെ തന്നെ നോവലിൽ നമുക്ക് അത്ഭുതകരം വിധം ഉള്ള ഒരു ഡെവലപ്മെൻറ്റ് ഉണ്ടായിട്ടുണ്ടെന്ന് പറയാം.
അത് എങ്ങനെയാണ് വന്നതെന്ന് പറഞ്ഞാൽ ന്യൂ റിയലിസം എന്ന പേരിലാണ് ആ ഒരു എന്താ പറയുക ഡെവലപ്മെൻറ്റ് വന്നിട്ടുള്ളത്. ഇനി സാമുവൽ ജോൺസൺ ആണ്. സാമുവൽ ജോൺസൺ he was born on 1709 and he was died on 1784. So he is the greatest Englishman of letters between Pope and Wordsworth. Born at Lichfield, he inherited from his father the huge unhealthy frame and gloom. After his father's death, he did the job of translation, married a widow 20 years senior to him. With her help, he established a school. In 1738, he published Vanity of Human Wishes, Irene, a Tragedy, The Rambler, and the 2 series called The Adventure and The Idler. Meanwhile, he was occupied for 8 years from 1747 to 1755 by an immense work, a dictionary of the English language. He illustrated his definitions by quotations taken from the whole range of English literature. Though weak in etymology and philology, the work laid the foundation of English lexicography. His magnificent letter to Lord Chesterfield dealt with the death blow to the 18th century system of patronage. In his lifetime, Johnson was surrounded by men like Goldsmith, Sir Johnson Reynolds, Burke, Gibbon, Sir William Jones, Garrick and Boswell. In 1759, he published the didactic tales Rasselas in 1765, an edition of Shakespeare in 1775, an account of his tour journey to the western islands of Scotland, and his largest and his greatest work, The Lives of the Most Eminent English Poets, with critical observations on their works in 1799 to 1781. സാമുവൽ ജോൺസൺ എന്ന് പറയുന്നത് പോപ്പിൻ്റെയും വേർഡ്സ്വർത്തിൻ്റെയും കാലത്തിനിടയ്ക്കുള്ള ഏറ്റവും ഗ്രേറ്റസ്റ്റ് ആയിട്ടുള്ള ഇംഗ്ലീഷ്മാൻ ആയിട്ട് പറയുന്നു. അദ്ദേഹം ജനിച്ചത് ലിച്ച്ഫീൽഡിലാണ്. അദ്ദേഹത്തിൻ്റെ ഫാദറിൻ്റെ മരണശേഷം അദ്ദേഹം ഒരു ട്രാൻസ്ലേറ്ററിൻ്റെ ജോബ് സ്വീകരിച്ചു. പിന്നീട് അദ്ദേഹത്തിനേക്കാൾ 20 വയസ്സിന് മൂത്ത ഒരു വിധവയായിട്ടുള്ള ഒരു സ്ത്രീയെ മാരി ചെയ്തു. അവരുടെ സഹായത്തോടു കൂടെ അദ്ദേഹം ഒരു സ്കൂള് സ്റ്റാർട്ട് ചെയ്തു. 1738 അദ്ദേഹം വാനിറ്റി ഓഫ് ഹ്യൂമൻ വിഷസും ഐറിൻ എ ട്രാജഡിയും റാംബ്ലറും അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ 2 സീരീസ് ആയിട്ടുള്ള അഡ്വഞ്ചറും ഐഡ്ലിയറും പബ്ലിഷ് ചെയ്തു. പിന്നെ അദ്ദേഹം 8 വർഷത്തോളം 1747 തൊട്ട് 1755 കാലത്തോളം ഒരു വർക്കിനായിട്ട് ആണ് ടൈം സ്പെൻഡ് ചെയ്തത്. അതെന്താണെന്ന് വെച്ചാൽ എ ഡിക്ഷണറി ഓഫ് ദ ഇംഗ്ലീഷ് ലാംഗ്വേജിൻ്റെ ഒരു ഡിക്ഷണറി. അപ്പം അതിൽ അദ്ദേഹം ഇങ്ങനെ ഡെഫിനിഷൻസും കൊട്ടേഷൻസും ഒക്കെ ഇംഗ്ലീഷ് ലിറ്ററേച്ചറിലെ പല ഏരിയയിൽ നിന്നും എടുത്തിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ എറ്റിമോളജിയൊക്കെ വീക്കായിരുന്നെങ്കിൽ പോലും മീൻസ് എന്താ പറയുക ശബ്ദോൽപത്തി ശാസ്ത്രം എന്നൊക്കെ പറയും. അതുപോലെ തന്നെ ഫിലോളജി എന്ന് പറയുമ്പോൾ നിഘണ്ടു രചന. അപ്പോൾ ഇതിലൊക്കെ അദ്ദേഹം വീക്കായിരുന്നെങ്കിൽ പോലും ഭാഷാശാസ്ത്രത്തിലും ശബ്ദോൽപത്തി ശാസ്ത്രത്തിലൊക്കെ അദ്ദേഹം വീക്കായിരുന്നെങ്കിൽ പോലും പക്ഷേ അദ്ദേഹത്തിൻ്റെ വർക്ക് എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷ് നിഘണ്ടു രചനയിൽ തന്നെ ഒരു അടിത്തറ പാകി എന്ന് പറയാം നമുക്ക്. അദ്ദേഹത്തിൻ്റെ ലെറ്റർ ഉണ്ട് ലോർഡ് ചെസ്റ്റർഫീൽഡിന് അദ്ദേഹം എഴുതിയ. അത് 18th സെഞ്ച്വറിയിലെ പാട്രണേജിന് ഒരടിയായിരുന്നു എന്ന് നമുക്ക് പറയാം. പാട്രണേജ് രക്ഷാധികാരികൾക്ക് ഒരടിയായിരുന്നു എന്ന് പറയാം. അദ്ദേഹത്തിൻ്റെ ലൈഫിൽ അദ്ദേഹത്തിന് ചുറ്റും ഉണ്ടായിരുന്ന അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കൾ എന്ന് പറയുന്നത് ഗോൾഡ്സ്മിത്ത്, സർ ജോൺസൺ റെയ്നോൾഡ്സ്, ബർക്ക്, ഗിബൺ, സർ വില്യം ജോൺസ്, ഗാരിക് ആൻഡ് ബോസ്വെൽ. ഇൻ 1759 1759 അദ്ദേഹത്തിൻ്റെ ഡൈഡാക്റ്റിക് ടെയിലായിട്ടുള്ള റാസലാസ് പബ്ലിഷ് ചെയ്തു. 1765 ഒരു ഷേക്സ്പിയറിൻ്റെ ഒരു എഡിഷൻ. 1775 അദ്ദേഹം വെസ്റ്റേൺ ഐലൻഡ്സ് ഓഫ് സ്കോട്ട്ലാൻഡിലേക്ക് പോയ ടൂർ ജേർണീനെ ബേസ് ചെയ്തിട്ടും പിന്നെ അദ്ദേഹത്തിൻ്റെ ഗ്രേറ്റസ്റ്റ് അല്ലെങ്കിൽ ലാർജസ്റ്റ് വർക്കായിട്ടുള്ള ദ ലൈവ്സ് ഓഫ് ദ മോസ്റ്റ് എമിനൻറ്റ് ഇംഗ്ലീഷ് പോയറ്റ്സ് വിത്ത് ക്രിട്ടിക്കൽ ഒബ്സർവേഷൻസ് ഓൺ ദെയർ വർക്ക്സ് ഇൻ 1779 to 1781. Johnson lives in the pages of his biography by his hero-worshipping friend James Boswell, 1740-1795, the greatest book of the kind in English or other literature. The biography lists down Johnson's tenderness, warmth of his heart, wonderful shrewdness and wisdom, mental honesty, hatred of all forms of cant,
bigotry, intolerance, childish prejudices, prodigious memory, quickness of grasp, and extraordinary genius for talk. The present fame of Johnson can be attributed to Boswell. As a critic, Johnson is almost always penetrating and stimulating. Sometimes with prejudice, he approached literature. His dislike of Milton is because of his hatred of Milton's politics and religion. He was always a conservative in his taste. As a moralist, he is characterized by remarkable sanity and massive common sense. In particular, he is a pessimist. Throughout his life, he was fighting with chronic illness. അപ്പോൾ ജെയിംസ് ബോസ്വെൽ എന്നുള്ള അദ്ദേഹത്തിൻ്റെ സുഹൃത്തായിട്ടുള്ള ജെയിംസ് ബോസ്വെലിൻ്റെ എഴുത്തിലൂടെ അദ്ദേഹത്തിൻ്റെ ബയോഗ്രഫി മീൻസ് ഇന്നും ജീവിക്കുന്നു എന്ന് നമുക്ക് പറയാം. അപ്പം ഇംഗ്ലീഷിലോ അല്ലെങ്കിൽ മറ്റുള്ള ലിറ്ററേച്ചറിലൊക്കെ ഒരു ഗ്രേറ്റസ്റ്റ് ആയിട്ടുള്ള വർക്കാണത്. ഈ ബയോഗ്രഫിയിൽ പറയുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ സ്വഭാവത്തിനെക്കുറിച്ച്, അദ്ദേഹത്തിൻ്റെ ഹൃദയം എങ്ങനെയാണ്, അദ്ദേഹത്തിൻ്റെ കൗശലത്തെക്കുറിച്ച്, അദ്ദേഹത്തിൻ്റെ മെൻ്റൽ ഹോണസ്റ്റിനെ കുറിച്ച്, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ യൂസ് ഓഫ് ലാംഗ്വേജിനെ കുറിച്ച്, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഒരു എന്താ പറയുക കൺസെപ്റ്റിനെ കുറിച്ച്, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഒരു ഓർമ്മയെക്കുറിച്ച്, അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ചൈൽഡിഷ് പ്രെജുഡൈസസ്, അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ഗംഭീരമായിട്ടുള്ള ഓർമ്മശക്തി, ഇങ്ങനെയുള്ള പല കാര്യങ്ങളെക്കുറിച്ചും അദ്ദേഹം പറയുന്നുണ്ട്. ഇന്നത്തെ ആ ഒരു ഫെയിം ജോൺസന് അത്രത്തോളം ഫേമസ് ആവാനുള്ള കാരണം തന്നെ അദ്ദേഹത്തിൻ്റെ സുഹൃത്തായിട്ടുള്ള ജെയിംസ് ബോസ്വെൽ ആണ്. അപ്പോൾ ഒരു ക്രിട്ടിക് എന്ന നിലയിൽ ജോൺസന് എന്താ പറയുക ഒരു ഉത്തേജിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു എഴുത്തുകാരനായിരുന്നു. അപ്പോൾ ചില സമയത്ത് അദ്ദേഹത്തിൻ്റെ മുൻവിധി ലിറ്ററേച്ചറിനെ അപ്രോച്ച് ചെയ്യുന്നത് അദ്ദേഹത്തെ ഒരു മുൻവിധിയോട് കൂടിയായിരുന്നു. അദ്ദേഹത്തിന് മിൽട്ടനെ ഇഷ്ടമുണ്ടായിരുന്നില്ല. അതിൻ്റെ പ്രധാന കാരണം മിൽട്ടൻ്റെ പൊളിറ്റിക്സും റിലീജിയനും അദ്ദേഹത്തിന് ഇഷ്ടമല്ലാത്തതുകൊണ്ടാണ്. അദ്ദേഹം ഒരു കൺസർവേറ്റീവ് ടേസ്റ്റോടു കൂടിയുള്ള ഒരാളായിരുന്നു. ഒരു ധാർമ്മിക മനോഭാവത്തോടു കൂടി ഉള്ള ഒരു വ്യക്തിയായിരുന്നു. ശുഭാപ്തി വിശ്വാസം ഇല്ലാത്ത ഒരാളായിരുന്നു അദ്ദേഹം. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ അദ്ദേഹം ഇങ്ങനെ പല അസുഖങ്ങളുമായിട്ട് മല്ലിട്ടുകൊണ്ടിരിക്കുകയായിരുന്നു ജീവിത കാലഘട്ടങ്ങളിൽ. ദാറ്റ്സ് ഓൾ അബൌട്ട് ഡോക്ടർ സാമുവൽ ജോൺസൺ. Next is Oliver Goldsmith, 1728 to 1774. In the age of Johnson, Goldsmith stands next to Johnson. He was born at Pallas in Ireland. In his early days, he gained a reputation for vileness and stupidity. Being a bohemian, he spent what all he learned at the gambling tables. In 1775, he set out for a grand tour of Europe. No one knows how he managed it with little money. His career was chiefly that of a hack writer. The large portion of his output belonged to the class of pot boilers. He brought out works like Traveller, The Deserted Village, one novel, The Vicar of Wakefield, two comedies, The Good-Natured Man and She Stoops to Conquer, and series The Citizen of the World. He was a good friend of Johnson. Goldsmith was slow in conversation, a perfect genius for blundering, and was laughing stock of the wits of Lamb's literary world. Till his death he was in debt, but he was large-hearted, sympathetic and human. In all his writings there is a strong personal element. As a critic and theorist he was far more conservative than Johnson. അപ്പോൾ ജോൺസൻ്റെ ഏജ് എന്ന് പറയുന്നത് അതിൽ ഗോൾഡ് സ്മിത്ത് എന്ന് പറയുന്നത് ജോൺസണിന് ശേഷം വരുന്ന ഒരാളാണ്. അദ്ദേഹം ജനിച്ചിരിക്കുന്നത് അയർലൻഡിലെ പലാസിലാണ്. അദ്ദേഹത്തിൻ്റെ ഏർലി ഡേയ്സിലൊക്കെ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ റെപ്യൂട്ടേഷൻ എന്ന് പറയുന്നത് അങ്ങനെ ഒരു താന്തോന്നിയായിട്ട് ഇങ്ങനെ മണ്ടത്തരമൊക്കെ ആയിട്ട് കാണിച്ച് നടക്കുന്ന അങ്ങനെ ഒരാൾ. അപ്പോൾ അദ്ദേഹം ഒരു ബൊഹീമിയനാണ്. അദ്ദേഹം എന്തൊക്കെ ഏൺ ചെയ്തോ അതൊക്കെ ഗാംബ്ലിംഗ് ടേബിൾസിൽ അദ്ദേഹം കൊണ്ട് കളയും. 1775 അദ്ദേഹം യൂറോപ്പിലേക്ക് ഒരു ഗ്രാൻഡ് ടൂർ സെറ്റപ്പ് ചെയ്തു. അപ്പോൾ കുറച്ച് പൈസ അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ടെന്നുള്ളൂ. അതുകൊണ്ട് എങ്ങനെ അദ്ദേഹം ആ ഒരു ടൂർ നടത്തി എന്നുള്ളതിനെക്കുറിച്ച് ആർക്കും അറിയില്ല. അദ്ദേഹത്തിൻ്റെ കരിയർ എന്ന് പറയുന്നത് ഒരു ഹാക്ക് റൈറ്ററുടെയാണ്. ഇങ്ങനെ കൂലിക്ക് പുസ്തകം എഴുതുന്ന ആൾ എന്നൊക്കെ പറയും. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഔട്ട്പുട്ട് എല്ലാം ഈ ക്ലാസ് ഓഫ് പോട്ട് ബോയിലേഴ്സ് എന്ന് പറഞ്ഞാൽ മീൻസ് തട്ടിക്കൂട്ടി എഴുതുന്ന ഗ്രന്ഥങ്ങൾ എന്നൊക്കെ പറയാം. അദ്ദേഹത്തിൻ്റെ വർക്ക്സ് ദ ട്രാവലർ, ഡെസേർട്ടഡ് വില്ലേജ്,
അതൊക്കെ അദ്ദേഹത്തിൻ്റെ വർക്ക്സാണ്. പിന്നെ ദ വികാർ ഓഫ് വേക്ക്ഫീൽഡ്, പിന്നെ അദ്ദേഹത്തിൻ്റെ 2 കോമഡീസ് ഉണ്ട്, ഗുഡ് നേച്ചേർഡ് മാനും ഷീ സ്റ്റൂപ്സ് കോൺക്കറും. പിന്നെ സീരീസ് ഉണ്ട് ദ സിറ്റിസൺ ഓഫ് ദ വേൾഡ്. അദ്ദേഹം ജോൺസൻ്റെ ഒരു നല്ല സുഹൃത്തായിരുന്നു. കോൺവെർസേഷൻ്റെ കാര്യത്തിലൊക്കെ അദ്ദേഹം സ്ലോ ആയിരുന്നു. ഇങ്ങനെ മണ്ടത്തരം പറയാൻ അത്രയും ജീനിയസ് ആയിരുന്നു, ഭയങ്കര കോമിക്കായിരുന്നു. ലണ്ടൻ ലിറ്റററി വേൾഡിലൊരു വിറ്റ്സിലെ ഒരാളെന്ന് പറയാം. മരണം വരെ അദ്ദേഹം ഒരുപാട് കടക്കണിയിലായിരുന്നു. പക്ഷെ അദ്ദേഹം വളരെ നല്ല ഒരു മനുഷ്യനായിരുന്നു, ആളുകളോട് സിമ്പതി ഒക്കെ ഉള്ളൊരു മനുഷ്യനായിരുന്നു. അപ്പം അദ്ദേഹത്തിൻ്റെ വർക്ക്സിലൊക്കെ അദ്ദേഹത്തിൻ്റെ പേഴ്സണൽ എലമെൻറ്റ്സ് ഒക്കെ നമുക്ക് കാണാം. ഒരു ക്രിട്ടിക് എന്ന നിലയിലും തിയറിസ്റ്റ് എന്ന നിലയിലും ജോൺസണേക്കാളും കൺസർവേറ്റീവ് ആയിട്ടുള്ള ഒരാളാണ് ഒലിവർ ഗോൾഡ്സ്മിത്ത് എന്ന് പറയുന്നത്. ഇനി ആ ഒരു കാലഘട്ടത്തിലെ മറ്റുള്ള പ്രോസ് റൈറ്റേഴ്സിനെ കുറിച്ചാണ് പറയുന്നത്. അതർ പ്രോസ് റൈറ്റേഴ്സ് ഓഫ് ദ ഏജ്. The best prose work of the age of Johnson was done in history. David Hume, 1711 to 1776, known as a skeptical philosopher, wrote history of England with clearness of style. William Robertson, 1721 to 1793, wrote history of Scotland, history of Charles V, and history of America. A comparable historian of the time was Edward Gibbon, 1737 to 1794, who wrote history of the decline and fall of the Roman Empire. It is one of the acknowledged masterpieces of historical literature. Edmund Burke, 1729 to 1797, was a man of noble nature and extraordinary outlook. His rich and high rhetorical style gave a gorgeous color to everything he wrote. He supported the cause of American colonies in his speeches on American taxation and on conciliation with America. He also wrote reflections, letter to noble lord, and letters on regicide peace. Thomas Paine, 1737 to 1809, wrote Rights of Man, Thoughts on the Present, Discontents and Inquiry into the Origin of Our Ideas of the Sublime and Beautiful. Sir Philip Francis and William Gone were also writing in this period. In lighter prose, letter writers like Lady Mary Wortley Montagu, Philip Dormant Stanhope, Earl of Chesterfield and Horace Walpole were important. അപ്പം അന്നത്തെ കാലത്തെ ബെസ്റ്റ് പ്രോസ് വർക്ക് എന്ന് പറയുന്നത് ഏജ് ഓഫ് ജോൺസൻ്റെ കാലത്താണ്. അപ്പോൾ ഡേവിഡ് ഹ്യൂം, അദ്ദേഹത്തിനെ ഒരു സ്കെപ്റ്റിക്കൽ, വളരെ മുൻകരുതലൊക്കെ ഉള്ളൊരു ഫിലോസഫറായിട്ടാണ് അറിയപ്പെടുന്നത്. അദ്ദേഹമാണ് ഹിസ്റ്ററി ഓഫ് ഇംഗ്ലണ്ട് എഴുതിയത്. വളരെ ക്ലിയർനെസ്സോട് കൂടിയിട്ടാണ് അദ്ദേഹം അത് എഴുതിയിട്ടുള്ളത്. പിന്നീട് വില്യം റോബർട്ട്സൺ എഴുതിയതാണ് ഹിസ്റ്ററി ഓഫ് സ്കോട്ട്ലാൻഡ്, ഹിസ്റ്ററി ഓഫ് ചാൾസ് V, ഹിസ്റ്ററി ഓഫ് അമേരിക്ക. പിന്നെ അങ്ങനെ വരുന്നൊരു ഹിസ്റ്റോറിയൻ തന്നെയാണ് എഡ്വേർഡ് ഗിബൺ. അദ്ദേഹമാണ് ഹിസ്റ്ററി ഓഫ് ഡിക്ലൈനും ഫാൾ ഓഫ് റോമൻ എംപയർ എഴുതിയിട്ടുള്ളത്. അപ്പോൾ ഹിസ്റ്റോറിക്കൽ ലിറ്ററേച്ചറിലെ ഒരു മാസ്റ്റർ പീസ് എന്ന് അതിനെ പറയാം. പിന്നീട് എഡ്മണ്ട് ബുർക്കിൻ്റെ ആണ്, ഒരു നോബൽ നേച്ചറുള്ള മാനായിരുന്നു, ഒരു എക്സ്ട്രാ ഓർഡിനറി ഔട്ട്ലുക്കൊക്കെ ഉള്ളൊരു വ്യക്തിയായിരുന്നു. അദ്ദേഹം വളരെ റിച്ച് ആയിരുന്നു. അതുപോലെ തന്നെ റിട്ടോറിക്കൽ സ്റ്റൈലിലാണ് അദ്ദേഹം അദ്ദേഹം എഴുതിയിട്ടുള്ളത്. അദ്ദേഹം എഴുതിയ എല്ലാത്തിനും അങ്ങനെയുള്ളൊരു ഭംഗി ഉണ്ടായിരുന്നു. എന്താ പറയുക, വളരെ മനോഹരമായിട്ടുള്ള ഒരു എഴുത്ത് എന്നൊക്കെ നമുക്ക് സാഹിത്യ വിഷയത്തിന് ബേസ് ചെയ്തിട്ട് മനോഹരമായിട്ടുള്ള എഴുത്തുകളെന്നും നമുക്ക് പറയാം. അതുപോലെ തന്നെ അമേരിക്കൻ കോളനീസിനെയൊക്കെ സപ്പോർട്ട് ചെയ്തിട്ട് അദ്ദേഹം സ്പീച്ച് നടത്തിയിരുന്നു. ഓൺ അമേരിക്കൻ ടാക്സേഷനും ഓൺ കൺസലേഷൻ വിത്ത് അമേരിക്കയൊക്കെ അതിൽ ഉൾപ്പെടുന്നതാണ്. അതുപോലെ തന്നെ അദ്ദേഹം റിഫ്ലക്ഷൻസ്, ലെറ്റർ ടു നോബൽ ലോർഡ്, അല്ലെങ്കിൽ ലെറ്റർ ഓൺ രജിസൈഡ് പീസ് ഒക്കെ എഴുതിയിട്ടുണ്ട്. പിന്നെ പറയുന്നതാണ് തോമസ് പെയിൻ, അദ്ദേഹം എഴുതിയിട്ടുള്ളതാണ് റൈറ്റ്സ് ഓഫ് മാൻ, തോട്ട്സ് ഓൺ ദ പ്രസൻറ്റ് ആൻഡ് ഡിസ്കണ്ടൻസ് ആൻഡ് ഇൻക്വയറി ഇൻ ടു ദ ഒറിജിൻ ഓഫ് അവർ ഐഡിയാസ് ഓഫ് ദ സബ്ലൈം ആൻഡ് ബ്യൂട്ടിഫുൾ. പിന്നെ ഫിലിപ്പ് ഫ്രാൻസിസും വില്യം ഗോവിനും എഴുതിയിരുന്നു ആ കാലഘട്ടത്തിൽ. പിന്നെ ലെറ്റർ റൈറ്റേഴ്സാണ് ലേഡി മേരി റോട്ട്ലി മോണ്ടെഗു, ഫിലിപ്പ് ഡോമന്റ് സ്റ്റാൻഹോപ്പ്, ഏൾ ഓഫ് ചെസ്റ്റർഫീൽഡ് ആൻഡ് ഹൊറേസ് വാൾപോൾ. ഇവരൊക്കെ വളരെ പ്രാധാന്യം അർഹിക്കുന്ന എഴുത്തുകാർ തന്നെയായിരുന്നു അന്നത്തെ കാലത്തെ. The prose fiction, which is now called the novel, was established and assured popularity from the age of Johnson. ഇപ്പോൾ നമ്മളിപ്പോൾ പറയുന്ന പ്രോസ് ഫിക്ഷൻ, അതിനെ നമ്മൾ നോവൽ എന്നാണ് പറയുക. അത് അതിൻ്റെ പോപ്പുലാരിറ്റിയിൽ എത്തിയത് ജോൺസൻ്റെ ഏജിലാണ്. The prose fiction during the time of Shakespeare could not withstand. It was purely romantic with Sidney, Lodge and Green. It was didactic with Moore, Lilly and Bacon. With reactions, women writers like Alpha Penn cultivated a form of story with brevity. Bunyan used allegorical fiction. Addison and Steele wrote periodical essays. Defoe tried narrative fiction.
സാമുവൽ റിച്ചാർഡ്സൺ ഇനീഷ്യേറ്റഡ് ദ ടെക്നിക്സ് ഓഫ് മോഡേൺ നോവൽ. അപ്പം ഷേക്സ്പിയറിൻ്റെ കാലത്തെ ഷോർട്ട് ഫിക്ഷൻ എന്ന് പറയണത് അതിന് നമുക്ക് നേരിടാൻ സാധിക്കില്ല. മീൻസ് അതുപോലെ തന്നെ സിഡ്നി ലോർഡ്സ് ഗ്രീൻ്റെയൊക്കെ റൊമാൻറ്റിക് ടൈപ്പ് ഓഫ് ആയിരുന്നു നോവൽസ് എന്ന് പറയണത്. പിന്നെ മൂറിൻ്റെയും ലില്ലിൻ്റെയും ബേക്കറിൻ്റെയൊക്കെ എന്താ പറയുക, ഇങ്ങനെ അഡ്വൈസ് ചെയ്യുന്ന പോലത്തെ, അങ്ങനെ ഉപദേശം നൽകുന്ന പോലുള്ളതായിരുന്നു. പിന്നീട് വിമൻ റൈറ്ററായിട്ടുള്ള ആൽഫ ബെന്ന് പുതിയൊരു വേ ഓഫ് സ്റ്റോറി കൾട്ടിവേറ്റ് ചെയ്തു. ബെർണിയാൻ ഒരു സാങ്കല്പികമായിട്ടുള്ള രീതിയിലുള്ള ഫിക്ഷൻസാണ് എഴുതിയിരുന്നത്. പിന്നെ അഡിസണും സ്റ്റീലും എഴുതിയിരിക്കുന്നത് പീരിയോഡിക്കൽ എസ്സേസ് ആയിരുന്നു. അപ്പം സാമുവൽ റിച്ചാർഡ്സൺ ഈ മോഡേൺ നോവലിൻ്റെ ടെക്നിക്സൊക്കെ തുടങ്ങി വെച്ചു. The historical significance of the novel has to be viewed from both literary and social points of view. The popularity of the novel depended upon the growth of reading public, in particular the women readers. Novel was a sign that literature was beginning to outgrow the imitations of classicism and to abandon the theory that modern genius was bound to tradition. The historical significance of the novel has to be viewed from both literary and social points of view. അപ്പോൾ ഈ നോവലിൻ്റെ ഹിസ്റ്ററിക്കൽ സിഗ്നിഫിക്കൻസ് നോക്കണമെങ്കിൽ ലിറ്റററി അല്ലെങ്കിൽ സോഷ്യൽ പോയിന്റ് ഓഫ് വ്യൂവിൽ വേണം അതിനെ നമ്മൾ കാണാനായിട്ട്. പോപ്പുലാരിറ്റി ഓഫ് ദ നോവൽ ഡിപ്പെൻഡഡ് അപ്പോൺ ദ ഗ്രോത്ത് ഓഫ് റീഡിംഗ് പബ്ലിക്, ഇൻ പർട്ടിക്കുലർ ദ വിമൻ റീഡേഴ്സ്. അപ്പോൾ നോവലിൻ്റെ ഒരു പോപ്പുലാരിറ്റി എന്താ പറയുക, ഈ പബ്ലിക്കിൽ മീൻസ് പൊതുവായിട്ട് ആളുകൾ എങ്ങനെ വായിക്കുന്നു, പ്രത്യേകിച്ച് വിമൻ റീഡേഴ്സിൻ്റെ അതിനനുസരിച്ചാണ് ഈ നോവലിൻ്റെ പോപ്പുലാരിറ്റി ഡിപ്പെൻഡ് ചെയ്തിട്ടുള്ളത്. മീൻസ് നോവൽ എത്രത്തോളം പോപ്പുലർ ആണെന്ന് നമുക്ക് അറിയാനായിട്ട് സാധിക്കും. നോവൽ വാസ് എ സൈൻ ദാറ്റ് ലിറ്ററേച്ചർ വാസ് ബിഗിനിങ് ടു ഔട്ട്ഗ്രോ ദ ലിമിറ്റേഷൻസ് ഓഫ് ക്ലാസിസം ആൻഡ് ടു അബൻഡൻ ദ തിയറി ദാറ്റ് മോഡേൺ ജീനിയസ് വാസ് ബൗണ്ട് ടു ട്രഡീഷൻ. അപ്പം നോവല് ലിറ്ററേച്ചറിൻ്റെ ഒരു സൈനാണ്. എങ്ങനെയാണ് ഈ ക്ലാസിസത്തിൻ്റെ ലിമിറ്റേഷനിൽ നിന്നൊക്കെ അത് പുറത്ത് വന്നത് എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ളൊരു തെളിവാണ് മീൻസ് ലിറ്ററേച്ചർ. അതുപോലെ തന്നെ ഈ ഒരു എന്താ പറയുക, മോഡേൺ ജീനിയസ് എന്താ പറയുക, ഈ ഒരു ക്ലാസിസിസം ഉപേക്ഷിച്ച് ആ ഒരു പുതിയൊരു ട്രഡീഷനിലേക്ക് വന്നു എന്നുള്ള ഒരിത്. The rise of novel resulted in democratic movement in 18th century England. അപ്പോൾ നോവലിൻ്റെ ആ ഒരു തുടക്കം എന്ന് പറയണത് 18th century ഇംഗ്ലണ്ടിൽ ഒരു ഡെമോക്രാറ്റിക് മൂവ്മെൻറ്റിന് കാരണമായി. നോവൽ ഫ്രീലി ട്രീറ്റഡ് ദ ക്യാരക്ടേഴ്സ് ആൻഡ് ഹാൻഡിൽ ദ മിഡിൽ ക്ലാസ് വിത്ത് സിമ്പത്തി. അപ്പം ക്യാരക്ടേഴ്സിനൊക്കെ വളരെ ഫ്രീ ആയിട്ടാണ് നോവലിൽ ട്രീറ്റ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ മിഡിൽ ക്ലാസ് പീപ്പിളിനോട് സിമ്പതി ആ നോവൽസിൽ നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. റിസൾട്ടഡ് ഇൻ ഇൻക്രീസിങ് ഓഫ് ദ മിഡിൽ ക്ലാസ് ഇൻ സോഷ്യൽ ആൻഡ് പൊളിറ്റിക്കൽ പവർ. അപ്പം ഇതെന്താണ്, മിഡിൽ ക്ലാസ്സിലുള്ള ആളുകളെ സോഷ്യലി പൊളിറ്റിക്കലി പവർഫുള്ളായിട്ട് മാറാനുള്ള ഒരു കാരണമായി. നോവൽ ഗേവ് വൈഡർ സ്കോപ്പ് ഫോർ ദ ട്രീറ്റ്മെൻറ്റ് ഓഫ് മോട്ടീവ്സ്, ഫീലിങ്സ് ആൻഡ് ഓൾ ദ ഫിനോമിന ഓഫ് ഇന്നർ ലൈഫ്. ഒരു മനുഷ്യൻ്റെ ഉള്ളിലുള്ള ഫീലിങ്സ്, മോട്ടീവ്സ്, ഇതിനെയൊക്കെ ഒരു വൈഡായിട്ടുള്ള ഒരു ഇതിൽ നോവൽ ട്രീറ്റ് ചെയ്തിട്ടുണ്ട്. മീൻസ് അതിനെക്കുറിച്ച് ഓപ്പണായിട്ട് നോവൽസിൽ എഴുതുന്നുണ്ട്. ഇനി സാമുവൽ റിച്ചാർഡ്സൺ ആണ് 1689 to 1761. Richardson was born in Derbyshire. He was a prosperous printer who never ceased publishing books till the age of 50. He published Pamela in 1740. He also wrote Sir Charles Grandison and The Adventure of the Young Lady. His books are extremely long and are full of endless repetitions and unimportant details. His stories drag and clumsy. They are all written in the form of letters which pass among the characters. His genius is rather feminine than masculine. He carried on the ethical tradition of Addison and Steele with his own pragmatic fashion. അപ്പോൾ റിച്ചാർഡ്സൺ ജനിച്ചത് ഡർബിഷയറിലാണ്. അദ്ദേഹം ഒരു അറിയപ്പെടുന്ന പ്രിൻ്ററായിരുന്നു. അദ്ദേഹം എന്താ പറയുക, ഒരിക്കലും ബുക്ക് പബ്ലിഷ് ചെയ്യണം നിർത്തിയില്ല. അദ്ദേഹത്തിൻ്റെ 50ാമത്തെ വയസ്സ് വരെ അദ്ദേഹം അത് ചെയ്തുകൊണ്ടേയിരുന്നു.
അപ്പോൾ അദ്ദേഹത്തിൻ്റെ ബുക്കായിട്ടുള്ള പമേല പബ്ലിഷ് ചെയ്തത് 1740-ലാണ്. അതുപോലെ തന്നെ അദ്ദേഹം എഴുതിയിട്ടുള്ള വർക്കാണ് സർ ചാൾസ് ഗ്രാൻഡിസൺ, അതുപോലെ തന്നെ അഡ്വഞ്ചർ ഓഫ് യങ് ലേഡിയൊക്കെ പറയണത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ബുക്സ് ഭയങ്കര ലോങ് ആയിരിക്കും. ഇങ്ങനെ റിപ്പീറ്റഡായിട്ട് ഉള്ള വേർഡ്സ് മീൻസ് സെൻറ്റൻസസും കാര്യങ്ങളും വരും. പിന്നെ പ്രാധാന്യം അർഹിക്കാത്ത ഡീറ്റെയിൽസൊക്കെ വരും. സ്റ്റോറീസ് എന്ന് പറയുന്നത് എന്താ പറയുക, അങ്ങനെ വലിച്ചു നീട്ടി കൊണ്ടുപോകുന്ന വിചിത്രമായ രീതിയിലുള്ള സ്റ്റോറീസായിരുന്നു. അപ്പോൾ അദ്ദേഹം ഇതൊക്കെ എഴുതിയിട്ടുള്ള ലെറ്ററിൻ്റെ ഫോമിലാണ്. ഒരു ലെറ്റർ മറ്റൊരു എല്ലാ ക്യാരക്ടേഴ്സിന് പാസ് ചെയ്യുന്ന രീതിയിൽ. അപ്പം അദ്ദേഹം കൂടുതലും ഫെമിനൈനായിട്ടുള്ള വർക്ക്സാണ് എഴുതിയിരുന്നത്. അപ്പോൾ ഈ അഡിസൻ്റെയും സ്റ്റീലിൻ്റെയും പോലത്തെ ഒരു ട്രഡീഷനായിരുന്നു അദ്ദേഹം തുടർന്നു പോയിരുന്നത്. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെതായ പ്രായോഗികമായിട്ടുള്ളൊരു ഫാഷനും ഉണ്ടായിരുന്നു. അടുത്തതാണ് ഹെൻറി ഫീൽഡിംഗ്, 1707 to 1754. Fielding was born at Somersetshire. His knowledge of life was narrow. For some 10 years before he took up the novel, Fielding was busy writing plays. This presented him preparatory and valuable lessons in the art of construction. He brought out the adventures of Joseph Andrews in 1742. It was followed by the history of Tom Jones in 1749. Fielding's third-rate novel, Amelia, appeared in 1751. To him, novel wasn't as equal as epic or the drama. He is a moralist, satirist, and a teacher. Though there are some weak points to his ethics, his treatment of life is true and healthy. അപ്പോൾ ഹെൻറി ഫീൽഡിംഗ് ജനിച്ചത് സോമർസെറ്റ്ഷയറിലാണ്. അദ്ദേഹത്തിന് ജീവിതത്തെക്കുറിച്ചുള്ള അറിവ് എന്ന് പറയുന്നത് വളരെ ചുരുങ്ങിയതാണ്. 10 വർഷത്തോളം അദ്ദേഹം നോവൽ എഴുതുന്നതിന് മുന്നേ 10 വർഷത്തോളം കാലം അദ്ദേഹം ഡ്രാമ എഴുതുന്നതിലായിരുന്നു കോൺസെൻട്രേറ്റ് ചെയ്തിരുന്നത്. അപ്പോൾ എന്താ പറയുക, ഈ ആർട്ട് ഓഫ് കൺസ്ട്രക്ഷൻ്റെ മുന്നോടിയായിട്ടുള്ളൊരു പ്രിപ്പറേഷനായി അല്ലെങ്കിൽ വാല്യുബിൾ ലെസണായിട്ട് അതിനെ പറയാം. അദ്ദേഹം ജോസഫ് ആൻഡ്രൂസിൻ്റെ ദ അഡ്വഞ്ചേഴ്സ് ഓഫ് ജോസഫ് ആൻഡ്രൂസ് എഴുതിയത് 1742-ലാണ്. അതിനുശേഷം 1749 ഹിസ്റ്ററി ഓഫ് ടോം ജോൺസ് എഴുതി. പിന്നെ അദ്ദേഹത്തിൻ്റെ മൂന്നാമത്തെ വർക്കാണ്, ഗ്രേറ്റ് ആയിട്ടുള്ള നോവലാണ് അമേലിയ. അത് എഴുതിയത് 1751-ലാണ്. എപ്പിക്കോ ഡ്രാമയൊക്കെ തുല്യമാണ് നോവലും എന്നാണ് അദ്ദേഹത്തിൻ്റെ അഭിപ്രായം. അദ്ദേഹം ഒരു മോറലിസ്റ്റാണ്, അതുപോലെ സറ്ററിസ്റ്റാണ്, ഒരു ടീച്ചറുമാണ്. അതുപോലെ തന്നെ അദ്ദേഹത്തിന് ചില വീക്ക് പോയിൻറ്റ്സ് ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ എത്തിക്സ്, അദ്ദേഹത്തിൻ്റെ ഒരു ലൈഫിനെ അദ്ദേഹം കണ്ടിരുന്നത് ട്രൂ ആൻഡ് ഹെൽത്തി ആയിട്ടാണ്. ഇനി ടോബിയാസ് സ്മോളറ്റ്. Smollett was not so famous as Richardson and Fielding. He wrote A History of England, Adventure of Roderick Random, Adventure of Peregrine Pickle, and the Expedition of Humphrey Clinker. His fertility on passion and adventure are remarkable. The world he presents in his works is dirty and the people are disagreeable fellows. He was the creator of English novel of the sea and sailors. സ്മോളറ്റ് റിച്ചാർഡ്സൻ്റെയും ഫീൽഡിങ്ങിൻ്റെയും അത്ര ഫേമസ് ആയിട്ടുള്ള റൈറ്റർ അല്ല. അദ്ദേഹമാണ് ഹിസ്റ്ററി ഓഫ് ഇംഗ്ലണ്ട്, അതുപോലെ തന്നെ അഡ്വഞ്ചർ ഓഫ് റോഡറിക് റാൻഡം, അഡ്വഞ്ചർ ഓഫ് പിയറിഗ്രീൻ പിക്കൽ, അതുപോലെ എക്സ്പെഡീഷൻ ആൻഡ് ഹംഫ്രി ക്ലിങ്കർ എന്നുള്ള വർക്ക്സൊക്കെ എഴുതിയിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ ഇൻവെൻഷനുള്ള ഇൻവെൻഷനിലെ ഫെർട്ടിലിറ്റിയും അനിമേഷനും റിമാർക്കബിളാണ്. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ വർക്ക്സൊക്കെ വളരെ ഡേർട്ടിയാണ്. നമുക്ക് എഗ്രി ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള ആളുകളാണ് അതിലെ ക്യാരക്ടേഴ്സ്. ഈ സീനെയും സെയിലേഴ്സിൻ്റെയും നോവൽസ്, ഇംഗ്ലീഷിലുള്ള നോവൽസ് സ്റ്റാർട്ട് ചെയ്തത് തന്നെ അദ്ദേഹമാണ്. അതിൻ്റെ ക്രിയേറ്റർ എന്ന് അദ്ദേഹത്തിന് പറയാം. അതർ നോവലിസ്റ്റ് ഓഫ് ദ ഏജ്, ലോറൻസ് സ്റ്റേൺ, whose life and opinions of Tristram Shandy Gentleman appeared in 9 volumes from 1759 to 1767. The work has unconnected incidents, whimsical fancies, humor, pathos, reflection, impertinence and indecency. അപ്പം മറ്റുള്ള എഴുത്തുകാരെന്ന് പറയുമ്പോൾ റെവറൻ ലോറൻസ് സ്റ്റേൺ, അദ്ദേഹത്തിൻ്റെ ലൈഫ് ആൻഡ് ഒപ്പീനിയൻസ് ഓഫ് ട്രിസ്ട്രാം ഷാൻഡി, അതുപോലെ ജെൻറ്റിൽമാൻ ഒക്കെ 9 വോളിയൂംസിലാണ് അപ്പിയർ ചെയ്തിട്ടുള്ള. ജെൻറ്റിൽമാൻ എന്നുള്ള വർക്കൊക്കെ 1759 to 1767.
അതുപോലെ തന്നെ അതിൽ വരുന്നത് അൺകണക്റ്റഡ് ആയിട്ടുള്ള ഇൻസിഡൻസ് ആണ്. വിചിത്രമായ ഫാൻസീസ്, ഹ്യൂമർ, പാത്തോസ്, റിഫ്ലക്ഷൻ, അതുപോലെ തന്നെ ധിക്കാരം അല്ലെങ്കിൽ നീചമായിട്ടുള്ള പ്രവർത്തികൾ, ഇതൊക്കെയായിരുന്നു അതിൽ വന്നിരുന്നത്. ഹെൻറി മാക്നീസ് റോട്ട് ദ മാൻ ഓഫ് ഫീലിംഗ് which carries its significance in its title. William Godwin wrote his powerful work Things as They Are in 1794. Franz Burney wrote The History of Young Ladies. Entrance into the World laid the foundation of a women's novel. ഹെൻറി മാഗ്നീസ് ആണ് മാൻ ഓഫ് ഫീലിംഗ് എഴുതിയത്. അതുപോലെ തന്നെ വില്യം ഗോഡ്വിൻ്റെ പവർഫുൾ വർക്കാണ് തിങ്സ് ആർ ആസ് ദേ ആർ, അത് 1794 വന്നത്. പിന്നെ ഫ്രാൻസ് ബേർണയുടെ വർക്കാണ് ദ ഹിസ്റ്ററി ഓഫ് യങ് ലേഡീസ് എൻട്രൻസ് ഇൻ ടു ദ വേൾഡ്. അതൊരു വിമൻസ് നോവലിന് ഒരു ഫൗണ്ടേഷൻ, അടിത്തറ പാകി എന്ന് പറയാം ഈ ഒരു നോവല്. പിന്നീട് പോയട്രിയാണ് പറയുന്നത്. The age of Johnson, as far as poetry is concerned, is an age of transition, innovation and varied experiment. അപ്പോൾ ജോൺസൻ്റെ ഏജിലുള്ള പോയട്രി എന്ന് പറയുന്നത് ഒരു ഏജ് ഓഫ് ട്രാൻസിഷൻ അല്ലെങ്കിൽ ഇന്നോവേഷൻ്റെ അല്ലെങ്കിൽ പുതിയ എക്സ്പെരിമെൻറ്റ്സിൻ്റെ ഒക്കെ ഒരു തുടക്കമായിട്ട് നമുക്ക് പറയാം. ഇമോഷൻ, പാഷൻ ആൻഡ് ഇമാജിനേഷൻ ഇൻവേർഡ് പോയട്രി ഇൻ ദ പ്ലേസ് ഓഫ് ഡ്രൈ ഇൻ്റലക്റ്റ്. എന്നാൽ ഡ്രൈ ആയിട്ടുള്ള ഇൻ്റലക്റ്റിന് ഉപരി എന്താണ് ഇമോഷനും പാഷനും അതുപോലെ തന്നെ ഇമാജിനേഷനും ഒക്കെയാണ് പോയട്രിയിൽ കൂടുതലായിട്ട് തീംസായി വന്നിരുന്നത്. അതുപോലെ തന്നെ പോയട്രി സീസ് ടു കൺസേൺ ദ ടൗൺ ആൻഡ് ബിഗാൻ ടു ഡീൽ വിത്ത് നേച്ചർ ആൻഡ് റസ്റ്റിക് ലൈഫ്. അപ്പോൾ പോയട്രി എന്താണ് ഈ ടൗണിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു രീതി നിർത്തിയിട്ട് എന്താ പറയുക, ഇങ്ങനെ ഈ ഗ്രാമത്തിലുള്ള നേച്ചറിനെ ബേസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളൊക്കെയായിരുന്നു തീംസായിട്ട് വന്നിരുന്നത്. ദ തീം ആൻഡ് ടെമ്പർ ഓഫ് ദ വേഴ്സ് വാസ് ചേഞ്ച്ഡ്. അപ്പോൾ അതിൻ്റെ തീമിനൊക്കെ ഒരുപാട് മാറ്റങ്ങൾ വന്നു. The poetic diction was dropped and the language of nature was adopted. Poetic diction ഒഴിവാക്കിയിട്ട് നേച്ചറിൻ്റെ ലാംഗ്വേജാണ് അഡോപ്റ്റ് ചെയ്തിരുന്നത്. ഇൻ ദ പ്ലേസ് ഓഫ് ക്ലോസ്ഡ് കപ്ലറ്റ് അതർ ഫോംസ് ഓഫ് വേഴ്സ് വെർ യൂസ്ഡ്. ഇപ്പോൾ ക്ലോസ്ഡ് കപ്ലറ്റിന് പകരം പല രീതിയിലുള്ള വേഴ്സുകളാണ് യൂസ് ചെയ്തിരുന്നത്. ടു ഇമ്പോർട്ടൻറ്റ് റൈറ്റേഴ്സ് ഓഫ് ദ ഏജ് ഓഫ് ജോൺസൺ ആൻഡ് ഗോൾഡ്സ്മിത്ത്. Johnson and Goldsmith followed the Augustan tradition as they were strong conservatives in literary theory. Johnson two chief poems, London and the Vanity of Human Wishes. Goldsmith's The Traveller and the Deserted Village are good example for this. അപ്പോൾ ഈ ഒരു പോയട്രിയിലെ ഇമ്പോർട്ടൻ്റ് റൈറ്റേഴ്സാണ് ജോൺസണും ഗോൾഡ്സ്മിത്തും ആയിരുന്നു. അപ്പം എന്താ പറയുക, ജോൺസൻ്റെ രണ്ട് ചീഫായിട്ടുള്ള പോയിൻറ്റ്സാണ് ലണ്ടനും വാനിറ്റി ഓഫ് ഹ്യൂമൻ വിഷസും. അതുപോലെ തന്നെ ഗോൾഡ്സ്മിത്തിൻ്റെയാണ് ദ ട്രാവലറും ദ ഡെസേർട്ടഡ് വില്ലേജും. പിന്നെ ജെയിംസ് ബീറ്റീസ് ദ മിൻസ്ട്രൽ ഇസ് എ റിയാക്ഷൻ ടു ദ ട്രഡീഷണൽ റിയാക്ഷൻ ആയിരുന്നു ജെയിംസ് ബീറ്റീസിലെ മിൻസ്ട്രൽ എന്ന് പറയുന്നത്. പിന്നെ തോമസ് പാർണൽ ആൻഡ് ലേഡി വിൻസ്ലിയ ഷോ എ സെൻസ് ഓഫ് നാച്ചുറൽ ബ്യൂട്ടി ആൻഡ് ചാം ഓഫ് റൂറൽ ലൈഫ്. അവർക്കൊരു സെൻസ് ഓഫ് നാച്ചുറൽ ബ്യൂട്ടി ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ റൂറൽ ലൈഫിനെ കുറിച്ച്, അതിൻ്റെ ഭംഗിയെക്കുറിച്ചായിരുന്നു അവർ കൂടുതലായിട്ട് എഴുതിയിരുന്നത്. അലൻ റാംസേസ് ജെൻറ്റിൽ ഷെപ്പേർഡ്, എ റിയൽ പാസ്റ്റൽ പോയം വിത്ത് shepherds and shepherdesses as characters and not traditional characters. James Thompson and John Trier wrote landscape poems. അപ്പോൾ അലൻ റാംസേയുടെ ദ ജെൻറ്റിൽ ഷെപ്പേർഡ് എന്ന് പറയുന്നത് ഇങ്ങനെ എന്താ പറയുക, ആട്ടിടയന്മാരുടെയും ഒക്കെ ലൈഫിനെ കുറിച്ച് അവരുടെ ട്രഡീഷണൽ ക്യാരക്ടേഴ്സിനെ ബേസ് ചെയ്തിട്ടുള്ള പോയിംസ് ആയിരുന്നു. പിന്നെ ജെയിംസ് തോംസണും ജോൺ ഡ്രയറും ഒക്കെ എന്താണ് ലാൻഡ്സ്കേപ്പ് പോയിംസ് ആണ് എഴുതിയിട്ടുള്ളത്. പിന്നീട് പറയുന്നതാണ് നാച്ചുറലിസം. The steady growth of love and nature created a return to nature. This increased a feeling for the picturesque and for the charms of the country. The themes hovered around unsophisticated country folk. In a reaction to the Augustan school, there was an attempt to bring poetry back to nature and reality. In the place of old ballad literature, naturalism came into being. അപ്പോൾ ഒരു ലവ് ഓഫ് നേച്ചർ അല്ലെങ്കിൽ റിട്ടേൺ ടു നേച്ചർ എന്ന് പറയുന്നത് ഈ ഒരു കാലഘട്ടത്തിൽ വന്നതാണ്. അതുപോലെ തന്നെ ഈ മനോഹരമായിട്ടുള്ള ഈ ഒരു ഗ്രാമപ്രദേശത്തിൻ്റെ ആ ഒരു ഭംഗിയെ കുറിച്ചൊക്കെ ഇതിൽ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ തീംസ് ഹോവേർഡ് അറൗണ്ട് അൺസൊഫിസ്റ്റിക്കേറ്റഡ് കൺട്രി ഫോക്ക്. അപ്പോൾ എന്നാൽ എന്താ പറയുക, ഈ പരിഷ്കൃതരല്ലാത്ത
ഈ ഗ്രാമപ്രദേശങ്ങളിൽ ജീവിക്കുന്ന ആളുകളെ കുറിച്ചിട്ടായിരുന്നു കൂടുതലായിട്ട് തീം വന്നിരുന്നത്. അതുപോലെ തന്നെ ഒരു അഗസ്റ്റൻ സ്കൂളിന് റിയാക്ഷനായിരുന്നു എന്താണ്, നേച്ചറിനും റിയാലിറ്റിയിലേക്കും പോയട്രിയുടെ തീംസ് വന്നു. നേച്ചറിനെ കുറിച്ചും റിയാലിറ്റിനെ കുറിച്ചുമാണ് പോയട്രിയുടെ തീംസ് വന്നത്. അതുപോലെ തന്നെ പണ്ടത്തെ ബലാഡ്സിന് പകരം നാച്ചുറലിസം നിലവിൽ വന്നു. വില്യം ബ്ലേക്ക് 1757 to 1827, a mystic and a visionary, is placed first among the early romantic poets. His poetry was naturalistic and on ordinary things. His poetical sketches, songs of innocence and songs of experience show love of the country, simple life, childhood and home. Blake's contemporary George Gray brought the village, the newspaper, the parish register, the borough, tales in verse and tales of a hall which represent actual life and pastoral convention. അപ്പോൾ വില്യം ബ്ലേക്കിൻ്റെ ഒരു എന്താ പറയുക, ഏർലി റൊമാൻറ്റിക് പോയറ്റ്സിൽ ഒരാളായിട്ട് നമുക്ക് പറയാം. അദ്ദേഹത്തിൻ്റെ പോയംസ് എന്ന് പറയുന്നത് നാച്ചുറലിസ്റ്റിക് ആയിരുന്നു, ഓർഡിനറി സാധാരണക്കാരുടെ കാര്യങ്ങളായിരുന്നു അതിൽ വന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വർക്ക്സാണ് പോയറ്റിക്കൽ സ്കെച്ചസ്, സോങ്സ് ഓഫ് ഇന്നസെൻസ്, സോങ്സ് ഓഫ് എക്സ്പീരിയൻസ്. അപ്പോൾ എന്താണ്, ഒരു ഗ്രാമപ്രദേശത്തിനോടുള്ള അദ്ദേഹത്തിൻ്റെ ഒരു ഇഷ്ടവും അതുപോലെ തന്നെ സിമ്പിൾ ലൈഫ് അല്ലെങ്കിൽ ചൈൽഡ്ഹുഡ് ഹോം ഇതിനോടൊക്കെയുള്ള അദ്ദേഹത്തിൻ്റെ ഒരു ഇഷ്ടത്തിന് നമുക്കതിൽ കാണാൻ കഴിയും. അതുപോലെ തന്നെ ബ്ലേക്കിൻ്റെ അതേ കാലഘട്ടത്തിൽ എഴുതിയിരുന്നതാണ് ജോർജ് ക്രാബ്. അദ്ദേഹമാണ് വില്ലേജ് ന്യൂസ് പേപ്പർ, പാരിഷ് രജിസ്റ്റർ, ബറോ, ടെയിൽസ് ഇൻ വേഴ്സ്, ടെയിൽസ് ഓഫ് ഹോളൊക്കെ എഴുതിയിരുന്നത്. ഇതൊക്കെ എന്താണ്, ആക്ച്വൽ ലൈഫ് അല്ലെങ്കിൽ പാസ്റ്ററൽ കൺവെൻഷനെ ബേസ് ചെയ്തിട്ടായിരുന്നു. ദ റൊമാൻറ്റിക് റിവൈവൽ. The word romantic presupposes the following features: assertion of individuality, liberalism in literature, elements of strong passion, sensibility, aspiration and melancholy, a love of the world, fantastic, abnormal and supernatural. Keats, Gray, Byron and Coleridge are noteworthy in this endeavor, and this medieval revival spread the interest of the romantic past. The whole movement happened between 1760 to 1770. അപ്പോൾ റൊമാൻറ്റിസിസത്തിൻ്റെ ഒരു പുനരുജ്ജീവനം എന്ന് പറയാം. അപ്പം എന്താ അതിലെ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് എന്താണ്, ഇൻഡിവിജ്വാലിറ്റീനെ കുറിച്ച്, അതുപോലെ തന്നെ ലിറ്ററേച്ചറിൻ്റെ ലിബറലിസം, പിന്നെ എന്താണ് ആളുകളുടെ സ്ട്രോങ് പാഷൻ അല്ലെങ്കിൽ സെൻസിബിലിറ്റി മീൻസ് വൈകാരികത അല്ലെങ്കിൽ ആസ്പിറേഷൻ, അവരുടെ ആ ഒരു അഭിലാഷം അല്ലെങ്കിൽ അവരുടെ ഒരു വിഷാദം, ഇതൊക്കെ അതിൽ വരും. അതുപോലെ തന്നെ ലോകത്തിനോടുള്ള ഒരു സ്നേഹം, ഫാന്റാസ്റ്റിക്, അബ്നോർമൽ, സൂപ്പർ നാച്ചുറൽ പവേഴ്സിനോടൊക്കെ ഉള്ള ഇഷ്ടമൊക്കെ അതിൽ വരുന്നു. അതുപോലെ തന്നെ കീറ്റ്സ്, ഗ്രേ, ബൈറൺ, കോളറിഡ്ജ് ഇവരൊക്കെ ആ ഒരു കാറ്റഗറിയിൽ വരുന്നവരാണ്. അപ്പം ഈ മെഡീവൽ റിവൈവൽ എന്താണ്, ഒരു റൊമാൻറ്റിക് പാസ്റ്റിനോടൊരു ഇൻട്രസ്റ്റ് ഉണ്ടാക്കിയെടുത്തു എന്നാണ് പറയുന്നത്. ഇതൊക്കെ നടന്നിട്ടുള്ളത് 1760-70 കാലഘട്ടത്തിലാണ്. ഗ്രേ, ബേൺസ് ആൻഡ് കൂപ്പർ. These three poets are important in the age of transition. Thomas Gray, a man of poor psyche, a great scholar, produced a little poetry. He wrote The Alliance of Education and Government, Ode on Distant Prospect of Eton College, Ode to Spring on the Death of a Favorite Cat, Elegy written in a country churchyard. Is a good example for romantic mood. The elegy marks a stage in the evolution of Gray's genius. അപ്പം 3 പോയറ്റ്സാണ് ഈ ഒരു ഏജ് ഓഫ് ട്രാൻസിഷനിൽ വരുന്നത്. ഒന്ന് തോമസ് ഗ്രേ ആണ്. അദ്ദേഹം എന്താ പറയുക, ഫിസിക്കലി വീക്കാണ്, കുറച്ച് പോയംസ് എഴുതിയിട്ടുള്ളൂ. അദ്ദേഹം എഴുതിയാണ് അലയൻസ് ഓഫ് എഡ്യൂക്കേഷൻ ആൻഡ് ഗവൺമെൻറ്, അതുപോലെ ഓഡ് ഓൺ ദ ഡിസ്റ്റൻറ്റ് പ്രോസ്പെക്ട് ഓഫ് ഇറ്റൺ കോളേജ്, ഓഡ് ടു സ്പ്രിങ് ആൻഡ് ദ ഡെത്ത് ഓഫ് ഫേവറേറ്റ് ക്യാറ്റ്. പിന്നെ അദ്ദേഹത്തിൻ്റെ എലിജി ഓഫ് റിട്ടേൺ ഇൻ എ കൺട്രി ചർച്ച്യാർഡ് എന്ന് പറയുന്ന റൊമാൻറ്റിക് മൂഡിനൊരു വലിയൊരു എക്സാമ്പിളാണ്. ഈ ഒരു എലിജി എന്താണ്, ഗ്രേയുടെ ജീനിയസിനെ നമുക്ക് എടുത്ത് കാണിക്കുന്നുണ്ട്. പിന്നെ പറയുന്നതാണ് റോബർട്ട് ബേൺസ്. 1759 to 1790 is a poet gifted with the power of genius. He became the interpreter of the thoughts and feelings, humor, philosophy, the joys, sorrows, passions, superstitions, and lawlessness of the class from which he sprang. He read a lot, but the standard literature affected him. In his The Quarter's Saturday Night, he contrasts the homely life and the simply peasant. Soon he became the supporter of the liberty, equality and fraternity. റോബർട്ട് ബേൺസ് എന്ന് പറയുന്നത് ഒരു ഗിഫ്റ്റഡ് പവർ ഓഫ് ജീനിയസ് എന്നൊക്കെ പറയാം.
എന്താണ് ഈ ഫീലിങ്സ്, തോട്ട്സ്, ഹ്യൂമർ, ഫിലോസഫി, ജോയ്, സോറോ, പാഷൻ, സൂപ്പർസ്റ്റിഷൻ, ലോലെസ്നെസ്, ഇതൊക്കെ അദ്ദേഹത്തിൻ്റെ വർക്ക്സിൽ വരുന്നതാണ്. അതുപോലെ തന്നെ ഒരുപാട് വായിക്കുന്ന അത് അദ്ദേഹത്തിൻ്റെ ലിറ്ററേച്ചർ ഒരുപാട് അഫക്റ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ക്വാർട്ടേഴ്സ് സാറ്റർഡേ നൈറ്റ് എന്ന് പറയുന്നത് ഒരു ഹോംലി ലൈഫ്, ഒരു സിമ്പിൾ പെസൻ്റെ ഒരു ഹോംലി ലൈഫിനെ കുറിച്ചാണ് പറയുന്നത്. അതുപോലെ തന്നെ ലിബർട്ടി, ഈക്വാലിറ്റി, ഫ്രാറ്റേർണിറ്റി ഒക്കെ സപ്പോർട്ട് ചെയ്യുന്ന ഒരാളായിരുന്നു അദ്ദേഹം. വില്യം കൂപ്പർ സ്റ്റാർട്ടഡ് റൈറ്റിംഗ് പോയട്രി ലേറ്റ്. അദ്ദേഹം കുറച്ച് വൈകിയാണ് പോയട്രി എഴുതാനായിട്ട് തുടങ്ങിയത്. ഹി വാസ് നോട്ട് ആക്ച്വലി സ്റ്റുഡൻറ്റ് ഓഫ് പോയട്രി. അദ്ദേഹം പോയട്രി സ്റ്റുഡൻ്റ് ആയിരുന്നില്ല. ഹി യൂസ് പോയട്രി ടു എക്സ്പ്രസ് ഹിസ് ഐഡിയാസ്. അദ്ദേഹത്തിൻ്റെ ഐഡിയാസ് എക്സ്പ്രസ് ചെയ്യാനാണ് അദ്ദേഹം പോയട്രി യൂസ് ചെയ്തിരുന്നത്. ഹിസ് പോയം ദ ടാസ്ക് ഓവർഫ്ലോസ് വിത്ത് ദ സ്പിരിറ്റ് ഓഫ് ഹ്യൂമാനിറ്റേറിയനിസം. അദ്ദേഹത്തിൻ്റെ പോയായിട്ടുള്ള ടാസ്ക് എന്ന് പറയുന്നത് മനുഷ്യത്വത്തിനെ കുറിച്ച് കൂടുതലായിട്ട് പറയുന്ന ഒന്നാണ്. The development of literary form and style. In poetry, there was a decline of the heroic couplet, use of pindaric ode, revival of the ballad, and the rise of lyric. There was nothing remarkable in drama, the prose. There was a rise of novel, letter writing, and historical writing. ഇപ്പോൾ ലിറ്റററി ഫോം ആൻഡ് സ്റ്റൈലിൻ്റെ ഡെവലപ്മെൻറ്റ് എന്ന് പറയുമ്പോൾ പോയട്രിയിൽ എന്താണ് ഹീറോയിക് കപ്ലറ്റ്, അതുപോലെ പിൻഡാരിക് കോഡ് ഒക്കെ ഒഴിവാക്കിയിരുന്നു. പിന്നെ ബലാഡ്സ് പിന്നീട് വന്നു. റൈസ് ഓഫ് ലിറിക് ഒക്കെ ഉണ്ടായി. അതുപോലെ തന്നെ ഡ്രാമയിൽ പ്രത്യേകിച്ച് പറയാനൊന്നും ഉണ്ടായിരുന്നില്ല. പ്രോസിലാണെങ്കിൽ ലെറ്റർ റൈറ്റിങ്ങും ഹിസ്റ്റോറിക്കൽ റൈറ്റിങ്ങും ആണ് വന്നത്. അതുപോലെ തന്നെ നോവലിൻ്റെ ഒരു ഇതും വന്നിട്ടുണ്ട്. കൺക്ലൂഷൻ. ഡ്യൂറിങ് ജോൺസൺസ് ഏജ് a great activity in literature took place. The medieval revival, the new romanticism, new realism are the important hallmarks of the age. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഏജിൽ ലിറ്ററേച്ചറിൽ ഒരു പുതിയ ആക്ടിവിറ്റി വന്നതെന്ന് വെച്ചാൽ മിഡിൽ റിവൈവൽ, അതുപോലെ ന്യൂ റൊമാൻസിസം, ന്യൂ റിയലിസം ഈ ഒരു ഏജിൻ്റെ ഹോൾമാർക്സ് ആയിട്ട് നമുക്ക് പറയാം. ഓക്കെ, ദെൻ താങ്ക് യു.